നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ നിയമപുസ്തകം. അതെ, ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ലോകത്ത് എഴുതപ്പെട്ട ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലുത് നമ്മുടേതാണ്. ഒന്നാലോചിച്ചു നോക്കൂ, 100 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തെ നയിക്കുന്ന നിയമസംഹിതയാണത്. അതിന്റെ വലിപ്പം അത്ര വലുതായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഇതിന്റെ വലിപ്പം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കണക്ക് നോക്കിയാൽ മതി. 470-ലധികം അനുച്ഛേദങ്ങൾ, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ്. ലോകത്തെ പ്രമുഖ രാജ്യങ്ങളുടെയൊക്കെ ഭരണഘടനകള് ഇതിന്റെ പകുതി പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യവും സങ്കീർണതയുമൊക്കെ ഇതിൽ വ്യക്തമായി കാണാം. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു വെറും നിയമപുസ്തകം മാത്രമല്ല കേട്ടോ. ആധുനിക ഇന്ത്യ എന്ന ഈ വലിയ കെട്ടിടം പണിതുയർത്തിയിരിക്കുന്ന ആ അടിത്തറ, ആ ആധാരശിലയാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണം, അതിന്റെ സ്വഭാവം എന്തായിരിക്കണം എന്നൊക്കെ നിർവചിക്കുന്നത് ഈ രേഖയാണ്. ഇനി നമുക്ക് ഇതിന്റെ പിറവിയിലേക്ക് പോവാം. ഒന്ന് ഓർത്തു നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടിയതേയുള്ളൂ, ബ്രിട്ടീഷുകാര് പോയി. ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു പുതിയ രാജ്യത്തിനു വേണ്ടി ഒരു നിയമപുസ്തകം ഉണ്ടാക്കുക, എന്ത് വലിയൊരു ദൗത്യമായിരുന്നിരിക്കണം അത്, അല്ലേ? ആരായിരുന്നു ആ ദൗത്യത്തിനു പിന്നിൽ? ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭ അഥവാ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയായിരുന്നു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള 299 അംഗങ്ങൾ. അതിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കറെയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്ന് വിളിക്കുന്നത്. ഈ ഒരു കണക്ക് കേൾക്കുമ്പോഴാണ് ഇതിനു പിന്നിലെ അധ്വാനം നമുക്ക് ശരിക്കും മനസ്സിലാവുക. 2 വർഷം 11 മാസം 18 ദിവസം, അത്രയും കാലമെടുത്താണ് ഇത് പൂർത്തിയാക്കിയത്. അതിലെ ഓരോ വാക്കും ഓരോ വരിയും എത്രമാത്രം ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷമായിരിക്കും എഴുതി ചേർത്തത്. ഇതിന്റെ ഒരു യാത്ര നോക്കിയാൽ 1946-ൽ അസംബ്ലി രൂപീകരിച്ചു. നീണ്ട ചർച്ചകൾക്ക് ശേഷം 1949 നവംബർ 26-ന് ഭരണഘടന അംഗീകരിച്ചു. ആ ദിവസമാണ് നമ്മൾ നിയമദിനമായി ആചരിക്കുന്നത്. പിന്നെ 1950 ജനുവരി 26-ന് ഇത് പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നു. അതാണ് നമ്മളെല്ലാം ആഘോഷിക്കുന്ന റിപ്പബ്ലിക് ദിനം. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം, അതായത് പ്രിയാമ്പിൾ, തുടങ്ങുന്നത് തന്നെ ഈ ശക്തമായ വാക്കുകളിലാണ്: നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഇതിനർത്ഥം എന്താണെന്നോ? വളരെ ലളിതമാണ്. ഈ രാജ്യത്തെ അവസാന വാക്ക്, ആ പരമാധികാരം, അതിവിടത്തെ ജനങ്ങൾക്കാണ്. അതായത് എനിക്കും നിങ്ങൾക്കും നമുക്കോരോരുത്തർക്കുമാണ്. അപ്പോ ഇനി നമുക്ക് ഭരണഘടനയുടെ ഹൃദയത്തിലേക്ക് വരാം. അതായത് ഒരു പൗരൻ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഉറപ്പുകൾ എന്തൊക്കെയാണ്? തിരിച്ച് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് ഭരണഘടന ഓരോ ഇന്ത്യൻ പൗരനും ഉറപ്പുതരുന്ന ചില അടിസ്ഥാനപരമായ അവകാശങ്ങൾ. അത് സമത്വത്തിനുള്ളതാകാം, സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമാകാം, അല്ലെങ്കിൽ സ്വന്തം മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമാകാം. ഇതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ നട്ടെല്ല്. അപ്പോ അവകാശങ്ങൾ ഒരു വശത്ത്, എന്നാൽ നാണയത്തിന് ഒരു മറുവശം കൂടെയുണ്ടല്ലോ. അതാണ് കടമകൾ. രാജ്യം നമുക്ക് നൽകുന്ന ഉറപ്പുകളാണ് അവകാശങ്ങൾ. തിരിച്ച് നമ്മൾ രാജ്യത്തിന് നൽകുന്ന ഉറപ്പുകളാണ് നമ്മുടെ കടമകൾ. രണ്ടും ഒരുമിച്ചു പോകുമ്പോഴേ ജനാധിപത്യം ഭംഗിയായി മുന്നോട്ടു പോകൂ. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ കടമകൾ ആദ്യം ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല, പിന്നീട് 42ാം ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തതാണ്. രാജ്യത്തെ കെട്ടിപ്പടുത്തുന്നതിൽ ഓരോ പൗരനുമുള്ള ഉത്തരവാദിത്തം ഓർമ്മിപ്പിക്കാനായിരുന്നു അത്. അപ്പോ ഇത്രയും വലിയൊരു പുസ്തകം ഇതെങ്ങനെയാണ് ഇവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കതിന്റെ ഘടന അഥവാ സ്ട്രക്ചർ ഒന്ന് വേഗത്തിൽ നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ ഭരണഘടനയെ 25 പാർട്സായും 12 ഷെഡ്യൂൾസായും തിരിച്ചിട്ടുണ്ട്. ഈ പാർട്സ് എന്ന് പറയുന്നത് നമ്മളൊരു പുസ്തകത്തിലെ ചാപ്റ്റേഴ്സ് എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഷെഡ്യൂൾസ് എന്ന് പറയുന്നത് കൂടുതൽ വിവരങ്ങളുള്ള അനുബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു അപ്പൻഡിക്സ് പോലെ. വളരെ ചിട്ടയായ ഒരു ക്രമീകരണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഓരോ വിഷയവും എത്ര കൃത്യമായാണ് ഓരോ ഭാഗത്തായി കൊടുത്തിരിക്കുന്നതെന്ന്. ഉദാഹരണത്തിന്, നമ്മൾ നേരത്തെ പറഞ്ഞ മൗലികാവകാശങ്ങൾ പാർട്ട് 3-ലാണ്. കേന്ദ്ര സർക്കാരിനെക്കുറിച്ച് പാർട്ട് 5-ലും തെരഞ്ഞെടുപ്പിനെപ്പറ്റി പാർട്ട് 15-ലുമൊക്കെയായി വ്യക്തമായി കൊടുത്തിരിക്കുന്നു.
ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയൊരു ശക്തിയെക്കുറിച്ചാണ്. ഇതൊരു മ്യൂസിയത്തിൽ വെച്ച പുരാവസ്തു പോലെയല്ല, മറിച്ച് കാലത്തിനനുസരിച്ച് സ്വയം മാറാനും വളരാനും കഴിവുള്ള ഒരു ലിവിംഗ് ഡോക്യുമെന്റാണ്, ഒരു ജീവനുള്ള രേഖയാണ് നമ്മുടെ ഭരണഘടന. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഈ സംഖ്യയാണ്, 106. എന്താണ് ഈ സംഖ്യ എന്നല്ലേ? ഇന്ന് വരെ നമ്മുടെ ഭരണഘടനയിൽ വരുത്തിയ ഭേദഗതികളുടെ, അതായത് അമെൻമെന്റുകളുടെ എണ്ണമാണിത്. സമൂഹം മാറുമ്പോൾ നിയമങ്ങളും മാറണമല്ലോ. ഈ ഭേദഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് 42ാം ഭേദഗതി. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒന്നാണിത്. അതിനൊരു വിളിപ്പേര് തന്നെയുണ്ട്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തുകൊണ്ടാണെന്നോ? കാരണം അത്രയധികം മാറ്റങ്ങളാണ് ഒരൊറ്റ ഭേദഗതിയിലൂടെ വന്നത്. നമ്മുടെ ആമുഖത്തിൽ സെക്യുലർ, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ചേർത്തത് ഈ ഭേദഗതിയിലൂടെയാണ്. ഇനി നമുക്ക് മറ്റൊരു ഭേദഗതി നോക്കാം. ഇത് ഒരുപക്ഷെ നിങ്ങളെ അടക്കം കോടിക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിച്ച ഒന്നാണ്, 61ാം ഭേദഗതി. അതെ, നമ്മുടെ വോട്ടിംഗ് പ്രായം 21ൽ നിന്ന് 18ആക്കി കുറച്ച ഭേദഗതിയാണിത്. ഒന്നാലോചിച്ചു നോക്കൂ, രാജ്യത്തെ എത്രയോ ലക്ഷം യുവാക്കൾക്കാണതോടെ ജനാധിപത്യത്തിൽ ഒരു ശബ്ദം കിട്ടിയത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഭരണഘടന കാലത്തിനൊപ്പം മാറുമെന്ന്. അപ്പോ ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞു. നമ്മുടെ ഭരണഘടന നമുക്ക് തന്ന ആ വലിയ വാഗ്ദാനങ്ങൾ, നീതി, സ്വാതന്ത്ര്യം, സമത്വം, അതൊക്കെ എത്രത്തോളം സത്യമായി? ഇത് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ആ യാത്ര പൂർത്തിയായിട്ടില്ല, അത് തുടരുകയാണ്. ആ യാത്രയിൽ എനിക്കും നിങ്ങൾക്കും ഒരു പങ്കുണ്ട്.